വയസ്സ് കഴിഞ്ഞവരിലാണ് ഗ്ലോക്കോമ വരാൻ കൂടുതൽ സാധ്യത. അതുപോലെ കുഞ്ഞുങ്ങളിലും ചെറുപ്പക്കാരിലും വരുന്ന ഗ്ലോക്കോമകളും ഉണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുണ്ടെങ്കിൽ ഗ്ലോക്കോമ വരാൻ 10 മടങ്ങ് ചാൻസ് ഉണ്ട്. അതുപോലെ പ്രമേഹം, പ്രഷർ, തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ, ചെറുപ്പം മുതലേ കാഴ്ചവൈകല്യം, മയോപ്പിയ ഉള്ളവർ ഗ്ലോക്കോമയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ സ്റ്റിറോയിഡ് മരുന്നുകൾ, അത് ടാബ്ലറ്റ് രൂപത്തിലോ അലർജിക്കോ ആസ്മയ്ക്കോ വേണ്ടി ഇൻഹേലർ രൂപത്തിലോ ദീർഘകാലം സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് ത്വക്ക് രോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നവർ, അതുപോലെ കണ്ണിൽ കൂടെ ചുവപ്പ് വരുന്നത് കൊണ്ട് സ്റ്റിറോയിഡ് ഐ ഡ്രോപ്സ് ഉപയോഗിക്കുന്നവർ, മറ്റു പല രോഗങ്ങൾക്കായി സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവരിലും ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കണ്ണിന് മുമ്പ് പരിക്ക് പറ്റിയിട്ടുള്ളവരിലും കണ്ണിൻ്റെ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞവർ ആദ്യമായി തന്നെ ഒരു സമഗ്രമായ നേത്രപരിശോധന നടത്തി ഗ്ലോക്കോമ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്.